ഹായ്, ഇതാണ് നല്ല അടിപൊളി നാവിൽ കൊതിയൂറുന്ന മാമ്പഴ പുളിശ്ശേരി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അധികം എരിവും ഇല്ല, പുളിയും ഇല്ല. നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ്. അതെങ്ങനെ ഉണ്ടാക്കലും നമുക്ക് നോക്കാം. നമുക്കിനി മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കലും നോക്കാം. അതിനായിട്ട് ഞാനൊരു 6 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ നാട്ടുമാങ്ങയാണ്. നല്ല പുളിയും ഉണ്ടാവും, മധുരവും ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ അത് ചട്ടിയിലേക്ക് തൊലി കളഞ്ഞ് എടുത്ത് വെച്ചതാണ്. ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. മതി, അത് വേവാനുള്ള പാകത്തിനുള്ള വെള്ളം മതി. നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടുപ്പത്ത് വെക്കാം. നമ്മളെ മാങ്ങയുടെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ അടിഞ്ഞു പോകണമെന്നില്ല, എന്നാലും പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൽ ഒന്ന് വെന്ത് കുറുകട്ടെ. നല്ലപോലെ വെന്ത് കുറുകുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഉണ്ടോ, നല്ല ഒന്ന് കുറുകിക്കോട്ടെ. നമുക്കിത് അടച്ചു വെക്കാം. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് നെയ്യ് കിടന്നിട്ടൊന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഞാനതിന് കുറച്ച് തേങ്ങ, ഒരുപാട് തേങ്ങ വേണ്ട, ഞാൻ ചെറിയ മാങ്ങയല്ല, കുറച്ചേ ഉള്ളൂ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമുക്ക് മുളക് പൊടി ഇടാം. എരിവിനാവശ്യമായിട്ട് കുറച്ച് മധുരവും ഉപ്പും പുളിയെല്ലാം മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് എരിവ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര മാത്രമേ അരക്കാൻ വേണ്ടൂ. നമുക്കിത് അരച്ചെടുക്കാം, നല്ലപോലെ അരച്ചെടുക്കാം. ഇതിനകത്ത് നല്ല നെയ്യിൻ്റെ മണവും നല്ല മണം വരുന്നുണ്ട്. വെള്ളത്തിൽ ശർക്കര പാനിലിട്ട് നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ച തൈരും മുളകും തേങ്ങയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി കുറുകി വരുന്നുണ്ട്. ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരണം, ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇതിൽ വേറെ ഒന്നും ചേർക്കാൻ പാടില്ല. നമ്മൾ ഉപ്പും ഇതും ചേർത്തല്ലാണ്ട് ഉള്ളിയോ ഇഞ്ചിയോ ഒന്നും വേണ്ട. നമ്മളിത് അങ്ങനത്തെ സാധാ പുളിശ്ശേരിയല്ല, ഇത് മാമ്പഴ പുളിശ്ശേരിയല്ലേ. അപ്പോൾ വേറെ ഒന്നും ഇതിൽ ചേർക്കണ്ട. ഇനി നമുക്കിതിനകത്ത് വറുത്തിട്ടാൽ മതി. ഉണ്ടോ, നല്ലപോലെ കുറുകി ആയിട്ടുണ്ട്. നല്ല നമുക്കിനി ഇത് ഗ്യാസ് ഓഫാക്കാം. അതിൽ വറുത്തിടാൻ ആവശ്യമായിട്ട് ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണയിലല്ല കേട്ടോ വറുത്തിടേണ്ടത്, നല്ല നെയ്യിൽ തന്നെ വെക്കണം. അതിനായിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടാകട്ടെ. നെയ്യിൽ തന്നെ വറക്കുമ്പോൾ ആ ടേസ്റ്റ് വരിക. ഇനി നമുക്ക് നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കൂടി ഇട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില, ഒരു 2 കരിവേപ്പില, ഉണക്കമുളകും കൂടി ഇട്ടുണ്ട്. വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട. നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യിലെ ടേസ്റ്റാണ് നമുക്ക് മാമ്പഴത്തിൽ അടിപൊളിയാവും. നല്ല മണം വരുന്നുണ്ട്, നെയ്യും ശർക്കരയും അങ്ങനെല്ലാം കൂടി. ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യും. നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. അതിൽ ഞാനൊരു കരിവേപ്പിലയും കൂടി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കോട്ടെ, ഇത് അടിപൊളിയാണ്. ഇതിൽ അങ്ങനെ ഒരു വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നല്ല ടേസ്റ്റിൽ
കഴിക്കാൻ പറ്റുന്ന ആണ് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ബെല്ലൈക്കൺ കൂടി അടിച്ചാൽ മാത്രമേ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കേ.